നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. നിരവധി കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് PM കിസാൻ പണം വന്നോ, പുതിയ ഗഡു എപ്പോൾ ലഭിക്കുമെന്നത്. അതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം പ്രധാനപ്പെട്ട കാര്യം. 2026 ജൂൺ 20-ന് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡുവായ 2000 രൂപ അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നിക്ഷേപിച്ചിരുന്നു. ഇതുവരെ തുക ലഭിക്കാത്തവർ പരിഭ്രാന്തരാകേണ്ടതില്ല. നിങ്ങളുടെ അപേക്ഷയിലോ ബാങ്ക് വിവരങ്ങളിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. PM കിസാൻ പദ്ധതിയിൽ ഒരു വർഷം ആകെ 6000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് 3 ഗഡുക്കളായി വർഷത്തിൽ 3 തവണ 2000 രൂപ വീതമാണ് നൽകുന്നത്. ഈ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഇടനിലക്കാരോ അപേക്ഷ നൽകാൻ പണം വാങ്ങുന്നവരോ ആവശ്യമില്ല. പണം ലഭിക്കാത്തതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു തടയപ്പെടാം. രണ്ടാമതായി ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ടും ശരിയായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിബിഡി വിജയിക്കാതെ വരാം. മൂന്നാമതായി ബാങ്ക് അക്കൗണ്ട് നമ്പറിലോ IFSC കോഡിലോ തെറ്റുകളുണ്ടെങ്കിൽ പണം എത്തില്ല. നാലാമതായി ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് വിവരങ്ങൾ പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലും ഗഡു വൈകാം. PM കിസാൻ പദ്ധതിയിൽ എല്ലാ കർഷകർക്കും തുക ലഭിക്കില്ല. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കർഷകർക്കാണ് ഈ സഹായം ലഭിക്കുന്നത്. സർക്കാർ ജോലി ചെയ്യുന്നവർ, ഉയർന്ന വരുമാന നികുതി അടയ്ക്കുന്നവർ, ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുന്നവർ എന്നിവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയാണ്. ഔദ്യോഗിക PM കിസാൻ പോർട്ടലിൽ കയറി നോ യോർ സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ആധാർ നമ്പറോ രജിസ്ട്രേഷൻ നമ്പറോ നൽകി പരിശോധിക്കാം. അവിടെ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ടോ, പണം അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന വിവരങ്ങൾ കാണാൻ സാധിക്കും. KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം അത് ചെയ്യുക. ആധാറോ OTP ഉപയോഗിച്ചോ കോമൺ സർവീസ് സെന്റർ വഴിയോ ഇത് പൂർത്തിയാക്കാം. KYC പൂർത്തിയാകാതെ ഭാവിയിലെ ഗഡുകളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നും ബാങ്കിൽ നേരിട്ട് ചോദിച്ച് ഉറപ്പാക്കുക. പലപ്പോഴും അക്കൗണ്ട് സജീവമായിട്ടുണ്ടെങ്കിലും NPCI മാപ്പിംഗ് പൂർത്തിയാകാത്തതിനാൽ DBT തുക ലഭിക്കാതെ പോകാറുണ്ട്. അടുത്ത ഗഡു ലഭിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ്. ചെറിയ ഒരു പിശക് പോലും ഗഡു വൈകാൻ കാരണമാകാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെയും സാമ്പത്തിക വിവരങ്ങളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. നന്ദി.